ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതി അധിക്ഷേപിച്ച കേസിലാണ് നീക്കം. ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ പരാതി ഉയർന്നത് മുതൽ, മൊഴി നൽകിയത് മുതൽ ഇങ്ങോട്ടേക്ക് കടുത്ത അധിക്ഷേപമാണ് സൈബർ ഇടങ്ങളിൽ ആ യുവതി നേരിട്ടത്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും വരെ ഉണ്ടായി. നടപടി തുടങ്ങിയല്ലേ പോലീസ്? ഉറപ്പായിട്ടും. കാരണം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ പരാതി നൽകിയതിന് പിന്നാലെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. ചില ചാനൽ ചർച്ചകളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെത്തി ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ചില പരാമർശങ്ങൾ നടത്തുകയും അത് തുടരുകയും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചില വീഡിയോ കമന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ സൈബർ പോലീസ് കടന്നിട്ടുള്ളത്. അല്പസമയം മുൻപ് പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തോട് ഈ തൈക്കാട് സൈബർ സെൽ സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പൗടിക്കോണത്ത് നിന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ തൈക്കാട് സൈബർ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യുക അടക്കമുള്ള നീക്കങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, മറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ ഹാജരാക്കാനും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ നടത്തിയ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിയെ സൈബർ ഇടങ്ങളിലും അതല്ലാതെ ചില ചാനൽ ചർച്ചയിലുമൊക്കെ അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പെൺകുട്ടി തന്നെയാണ് പരാതിക്കാരി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. അത് സ്വാഭാവികമായും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചതാണെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രത്യേകതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം അതിൽ ഒന്ന്, രാഹുൽ ഈശ്വർ തുടർച്ചയായി തുടർന്ന ഈ പരാമർശങ്ങൾ, അതിന്റെ ചില തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില നീക്കങ്ങൾ, അത് ഈ സന്ദീപ് വാര്യർ അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ ഇവരൊക്കെ ചേർന്ന് നടത്തി എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഷഫീദ്, നേരത്തെ തന്നെ മുൻപ് രാഹുലിനെതിരെ ഈ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി റിനി ആൻഡ് ജോർജും സമാനമായി രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി നീങ്ങിയതാണ്. ഇത് ആദ്യമായല്ല രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത്. പക്ഷെ ഇത്തവണ അത് അല്പം അങ്ങേയറ്റം കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്ലട്ട് ഷെയ്മിങ്ങിന്റെ ഏറ്റവും രൂക്ഷമായ വേർഷനാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പലരും ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ അടക്കം കണ്ടെത്തിയത് രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റിൽ നിന്നാണ്. ഉറപ്പായിട്ടും. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തുടർച്ചയായി രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള ഈ പറയുന്ന അധിക്ഷേപ പരാതി അതടക്കമുള്ള കാര്യങ്ങളിൽ പരാതിപ്പെട്ടിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമനുസരിച്ച് ഇതിന്റെ FIR ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ബെയില് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഉറപ്പില്ല. നമുക്ക് FIR പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. തൈക്കാട് സൈബർ സെൽ ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. സൈബർ പോലീസിന്റെ നടപടി ADGP H വെങ്കടേഷിന്റെ കർശന നിർദ്ദേശമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ മൊഴി നൽകി മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറി. മൊഴി നൽകിയ ശേഷം യുവതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതി നേരിട്ടത് സമാനതകളില്ലാത്ത അധിക്ഷേപമാണ്. അവരുടെ വ്യക്തി വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനമടക്കം എവിടെയെന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അതിൽ പ്രധാനി രാഹുൽ ഈശ്വർ തന്നെയാണ്. ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സുജിത്ത്, ഇപ്പോൾ പോലീസിന് മുന്നിൽ ഈ ഡിജിറ്റൽ ഡിവൈസുകളുമായി രാഹുൽ എത്തിയിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക്, പൗടിക്കോണത്തുള്ള വീട്ടിലേക്ക് സൈബർ പോലീസ് എത്തുകയുമായിരുന്നു. എന്നാൽ തന്റെ വാഹനത്തിൽ എത്തിക്കൊള്ളാമെന്ന് രാഹുൽ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പോലീസ് രാഹുൽ ഈശ്വറിന് ഇപ്പോൾ ഈ പോലീസ് ട്രെയിനിങ് കോളേജിലുള്ള സൈബർ പോലീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. യൂട്യൂബിൽ അടക്കം തന്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടെ ഇരയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്
രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ളതാണ് എന്നാണ് പ്രധാനമായും രാഹുലിനെതിരായ കുറ്റം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് രാഹുൽ ഈശ്വർ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. വിശദമായി ചോദ്യം ചെയ്യും, അതിനുശേഷമാകും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സുഹൃത്ത്, കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാരണം സമാനമായ പരാതികൾ മുൻപും രാഹുൽ ഈശ്വറിനെതിരെ ഉയർന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് തന്നെ മുൻപ് ആക്ഷേപങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവനടിക്കെതിരെ അടക്കം രാഹുൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുകയും അവരും ഇതിനു മുൻപ് നിയമ നടപടികളുമായി പോയതുമാണ്. തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തിരുന്ന രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾ ചാനലുകളിലും ഒപ്പം തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലും പ്രതിപാദിക്കുകയായിരുന്നു. മാത്രമല്ല ഇരയുടെ വിവരങ്ങൾ, ധാരാളം വിവരങ്ങളൊക്കെ തന്നെ, അതായത് പുറത്തു പറയാൻ പാടില്ലാത്ത തരത്തിൽ അതിജീവിതയുടെ സൂക്ഷിക്കേണ്ടതായ രഹസ്യങ്ങൾ ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്ന തരത്തിൽ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തുകയായിരുന്നു. ഇത് വിവിധ ചാനലുകളിലൊക്കെ തന്നെ വരുമ്പോൾ ചാനൽ മാധ്യമപ്രവർത്തകരടക്കം തന്നെ ഇരയുടെ വെളിപ്പെടുത്താൻ പാടില്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഈ ഇരയുടെ വിശദാംശങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കൂടി ഇത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഈ യൂട്യൂബ് ചാനലടക്കം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈശ്വറിനെ ഈ സൈബർ പോലീസ് ഇവിടേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷമാകും വിശദമായി ചോദ്യം ചെയ്യുക. മാത്രമല്ല പല ചാനലുകളിലും ചർച്ചയ്ക്കിരിക്കുമ്പോഴും യൂട്യൂബ് മാധ്യമങ്ങളിലൂടെ അടക്കം ഇത് വെളിപ്പെടുത്തരുന്നത് തെറ്റാണ് എന്ന് അറിയാമെന്ന് ഇരിക്കെ പോലും ഒരു നിയമ വിദ്യാർത്ഥിയാണ്, എന്നിട്ട് കൂടി താൻ ഇതൊക്കെ വെളിപ്പെടുത്തുകയാണ്, പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് കൂടി അതൊക്കെ വെളിപ്പെടുത്താൻ രാഹുൽ തയ്യാറായി എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രധാനമായും ഇതിനകത്ത് ഉയർന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികളൊക്കെ തന്നെ രാഹുലിനെതിരെ ഉയർന്നിരുന്നു. മാത്രമല്ല രാഹുലിനെതിരെ വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുകയും ചെയ്തിരുന്നു. ഇതിനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അതിനുശേഷമാകും ഉണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് ഇവിടേക്ക് കൊണ്ടുവരും. പോലീസ് ട്രെയിനിങ് കോളേജിലുള്ള ഇവിടേക്കാകും എത്തിക്കുക. അതിനുശേഷമാകും വിശദമായി ചോദ്യം ചെയ്യുക. തുടർന്നാകും മറ്റു തുടർ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.